കേന്ദ്രം ആസൂത്രണ കമ്മീഷനെ ഒഴിവാക്കി നീതി ആയോഗ് നടപ്പിലാക്കിയ ശേഷവും ആസൂത്രണ ബോർഡുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാനമാണ് കേരളം. 13ാം പഞ്ചവത്സര പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് കേരളത്തിന്റെ തീരുമാനമെന്ന് ആസൂത്രണ ബോർഡിന്റെ ആദ്യ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. പഞ്ചവത്സര പദ്ധതി ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. 13ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങൾക്കാണ് ഇന്നത്തെ യോഗം അന്തിമ രൂപം നൽകിയത്. എന്നാൽ ഇതിന്റെ അർത്ഥം പഞ്ചവത്സര പദ്ധതി നമ്മൾ നടപ്പാക്കുന്നു എന്നുള്ളത് കൊണ്ട് പഞ്ചവത്സര പദ്ധതി നടപ്പാക്കാത്ത കേന്ദ്രവുമായി ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിനല്ല. അതേസമയം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് പ്രത്യേകം ശ്രദ്ധ നൽകി നടപ്പാക്കും. പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് 2 ലക്ഷം കോടി രൂപയുടെ അടങ്കലാണ് ലക്ഷ്യമിടുന്നത്. വികസനത്തിനാണ് പ്രഥമ പരിഗണനയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ആസൂത്രണ ബോർഡിൽ പുതിയ അംഗങ്ങൾ നിയമിക്കപ്പെട്ട ശേഷം നടക്കുന്ന ആദ്യ യോഗമാണിത്. മുഖ്യമന്ത്രിക്ക് പുറമെ ധനമന്ത്രി തോമസ് ഐസക്, മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ എന്നിവരും മറ്റ് ബോർഡ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം.